അതൊക്കെ വളരെ രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും സിദ്ധാർത്ഥന്. ചിലപ്പോൾ ഇതുപോലത്തെ വില്ലൻ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ക്യാരക്ടർ മൂല്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ഇനി അദ്ദേഹത്തെ തേടിയെത്തുന്നു. എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിക്കുകയല്ലായിരുന്നു, എല്ലാവരും ജീവിക്കുകയായിരുന്നു പാലക്കാടിൻ്റെ ഗ്രാമങ്ങളിലൂടെ. അങ്ങനെ എനിക്ക് തോന്നിയത്. താങ്ക് യു സുരേഷ്. ഗ്രാമീണ ഭംഗിയുള്ള ഒരു പടം എന്ന് പറയാം. നമുക്ക് പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ശരിക്കും. ഒരു പച്ചപ്പും മധുസാറിൻ്റെയൊക്കെ ആ ഒരു ക്യാമറയുടെയും ഒക്കെ ഉണ്ട്, എല്ലാം കൂടി ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ഭരൻ്റെ ഭയങ്കര നല്ലൊരു ശക്തമായൊരു കഥാപാത്രമാണ്. നല്ല സിനിമ, നല്ല എല്ലാ ഫാമിലിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയിരുന്നു കാണാൻ പറ്റുന്ന നല്ല സിനിമ. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാറ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മധു ബഡ്സാറിൻ്റെ ഫ്രെയിമിൽ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഫാമിലി റൊമാൻറ്റിക് എൻ്റർടൈനറായിട്ടാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, മധു സാറിൻ്റെ ക്യാമറ, പിന്നെ നല്ല സോങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പഴയ തറവാടിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി മൂവിയാണ് പ്രസൻറ്റ് ചെയ്തത്. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അവർ വന്ന് കണ്ടിട്ട് പറയട്ടെ ബാക്കി. താങ്ക് യു.